കേരളത്തിന്റെ സൂപ്പർ മുഖ്യമന്ത്രി വീണ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷണം ആരംഭിച്ചു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഐബിയുടെ നിരീക്ഷണം. ഇതോടെ മുണ്ടയിൽ കോരപൗത്രിയുടെ അറസ്റ്റ് അന്വേഷണ സംഘം ഉറപ്പിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് നൽകേണ്ടി വന്നാൽ അത് എത്തിച്ചു നൽകാനാണ് ഈ നീക്കമെന്നാണ് സംഘം നൽകുന്ന സൂചനയെങ്കിലും അറസ്റ്റ് ഉറപ്പിച്ചാണ് ഏജൻസികൾ മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്ത് വീണ താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ്. വീണ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൗസ് വളപ്പിലെ പമ്പ എന്ന വസതിയാണ്. ക്ലിഫ് ഹൗസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതിനോടൊപ്പം AKG സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട്. ഇതുകൂടാതെ കണ്ണൂരിലെ വീട്ടിലും കേന്ദ്ര IB നിരീക്ഷണം നടത്തി വരികയാണ്. നിലവിൽ വീണ വിദേശത്തേക്ക് പോയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. എന്നാൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം മുന്നിൽ കാണുന്നുണ്ട്. ഇത് തടയാനുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഏജൻസികൾ സ്വീകരിച്ചു കഴിഞ്ഞെന്നാണ് വിവരം. തിരുവനന്തപുരത്തും ചെന്നൈയിലും VVIPകളുമായി പിണറായി കുടുംബത്തിന് അടുത്ത സൗഹൃദങ്ങളുണ്ട്. ഈ വീടുകളും IB നിരീക്ഷിക്കുന്നുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തി വരികയാണ്. KSIDCയിൽ നിന്നും CMRൽ നിന്നും ശേഖരിച്ച തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ഇതിൽ KSIDCയിൽ നിന്ന് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. എന്നാൽ CMRൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. ഇത് വീണ വിജയന്റെ എക്സാലോജിക്കും CMRലും തമ്മിലെ ഇടപാടുകളുടെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത. ഈ നോട്ടീസ് നൽകാനാണ് വീണ വിജയൻ എവിടെയാണുള്ളതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയാൽ അറസ്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി കഴിഞ്ഞതാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. വീണ വിജയന് ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി ആവശ്യപ്പെട്ടിരുന്നു. സീസറിന്റെ ഭാര്യ സംശയാതീതയായിരിക്കണമെന്നതുപോലെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ളവരും അഴിമതിക്ക് അതീതരായിരിക്കണം. എല്ലാ സർക്കാരും നിയമവിധേയമായി പ്രവർത്തിക്കുകയും ചെയ്യണം. രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക നിയമപരിരക്ഷയില്ലെന്നും മീനാക്ഷി ലേഖി വിശദീകരിച്ചിരുന്നു. ഇതെല്ലാം മാസപ്പടി അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന ജാഗ്രതയുടെ തെളിവാണ്. കേന്ദ്ര സർക്കാർ ഈ കേസ് അന്വേഷണത്തെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മാസപ്പടി വിവാദത്തിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. CMRലുമായി ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ SFIക്ക് ലഭിച്ചതായാണ് വിവരം. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത്. വിവിധ വ്യക്തികളുമായും സംഘടനകളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു. ചട്ടവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്ന് വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവരം ശേഖരണം നടത്തും. ഇതുവരെ ലഭിച്ച വിവരങ്ങളും രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി. ഈ ഘട്ടത്തിൽ ആദ്യം വീണ വിജയനെ ചോദ്യം ചെയ്യാനാണ് SFIയുടെ പദ്ധതി. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നാണ് CPM വ്യക്തമാക്കുന്നത്. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ 2 കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടാണെന്ന് പറഞ്ഞായിരുന്നു CPM വീണ വിജയനെ ന്യായീകരിച്ചത്. അതേസമയം മകൾ കമ്പനി തുടങ്ങിയത് അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവിച്ചിരുന്നു. എന്തായാലും വളരെ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ അന്വേഷണത്തെ കാണുന്നത്. ഇതിന്റെ ഭാഗമായാണ് വീണ വിജയനെ നിരീക്ഷിച്ചുകൊണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥർ ഇവിടെ തമ്പടിച്ചിരിക്കുന്നതും. രാജ്യം വിട്ടുപോകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ വീണ വിജയന്റെ അറസ്റ്റ് ഉറപ്പിച്ചു തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമായി പറയാൻ സാധിക്കും.